വെൽക്കം ടു മൈ ചാനൽ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ എന്നുള്ള ഒരു സംഘടനയാണ് ഈ ഒരു ദിനം ഇയർ മാർക്ക് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഒരു ക്യാൻസർ ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പൊതുജനങ്ങളിൽ ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അവബോധം കൂട്ടിയാൽ എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ, നമുക്ക് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ, തടയാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പിന്നെ അത് എത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ഇൻക്ലൂഡിങ് സ്ക്രീനിങ്സ് ആൻഡ് ഓൾ, പിന്നെ അതിന്റെ ചികിത്സ എങ്ങനെ, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ക്യാൻസർ വേഗത്തിൽ കണ്ടെത്തുകയും വേഗത്തിൽ ചികിത്സിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തും. അപ്പൊ ഇത്തവണ ഈ ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ മുതിർന്നവരിൽ, പ്രത്യേകിച്ചും വയസ്സായ ആളുകളിൽ വരുന്ന ഒരു അസുഖമാണെന്നാണ് നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ശരിയുമാണ്. പക്ഷെ കുട്ടികളിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാനൊക്കില്ല. വളരെ അപൂർവമായിട്ട് കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. ഒരു സാധാരണ ഒരു ശിശുരോഗ വിദഗ്ധൻ അയാളുടെ എൻ്റെ പ്രാക്ടീസിനിടയിൽ ചിലപ്പോൾ 1-2 കേസുകളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ക്യാൻസർ രോഗികൾ മാത്രം വരുന്ന ആശുപത്രികൾ, ഉദാഹരണമായിട്ട് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ദിവസം 1-2 പുതിയ ക്യാൻസർ രോഗികൾ കുട്ടികൾ തന്നെ വരുന്നുണ്ട്. അതായത് കുട്ടികളിൽ 1-2 ക്യാൻസർ പുതിയ രോഗികൾ ഓരോ ദിവസവും എത്തുന്നുണ്ട്. അപ്പൊ അത് അത്ര അപൂർവമാണെന്നും പറയാൻ പറ്റില്ല. പിന്നെ സാധാരണ കുട്ടികളിൽ വരുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണ്? നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, സാധാരണ ബ്ലഡ് ക്യാൻസറും പിന്നെ ബ്രെയിൻ ട്യൂമറുമാണ് നമ്മൾ സിനിമയിൽ കാണിക്കുക. അത് തന്നെയാണ് ഏറ്റവും സാധാരണയായിട്ടുള്ളത്. അതിൽ തന്നെ ബ്ലഡ് ക്യാൻസറാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഭാഗ്യവശാൽ അത് നല്ലവണ്ണം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കൂടാതെ പിന്നെ ഉള്ള ഒരു സംഭവം ലിംഫോമ എന്ന് പറയും. നമ്മൾ ഈ സിനിമയിലെ ചില സെലിബ്രിറ്റീസിനൊക്കെ ഈ അസുഖം വന്നു, ഒന്നും ചികിത്സിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ. അപ്പൊ അത് തന്നെയാണ് കുട്ടികളിൽ ഈ രക്തത്തിലെ ക്യാൻസറും തലച്ചോറിലെ ക്യാൻസറും കഴിഞ്ഞാലുള്ള സാധാരണയായിട്ടുള്ള ക്യാൻസർ. ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരവില്ല, നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദൈവകോപമെന്നും അല്ലെങ്കിൽ ദൈവശാപമെന്നും കഴ്സെന്നും ഒക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് നമുക്കെല്ലാം അറിയാം. പിന്നെ ഈ ക്യാൻസർ പാരമ്പര്യമായിട്ടുണ്ടാകുന്നതാണോ എന്ന് എല്ലാവരും ഒരു സംശയം ചോദിക്കാറുണ്ട്. പാരമ്പര്യം ആയിട്ടുണ്ടാകുന്നതല്ല. ക്യാൻസറിനെ പറ്റി 1-2 വാക്കുകൾ പറയാം. അതായത് ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ തന്നെ വളരുകയും ആ കോശങ്ങൾ മരിച്ചു പോവുകയും വീണ്ടും പുതിയ കോശങ്ങൾ വരികയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുഖത്ത് ഈ കാണുന്ന തൊലിയിലെ കോശങ്ങൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഇതേ കോശം അല്ല അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാം മരിച്ചു പോയിട്ട് പുതിയ കോശമാണ് വരിക. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സംഭവത്തിൽ ചില കോശങ്ങളുടെ ഒരു ചെറിയ ജനിതക വ്യതിയാനം കാരണം അത് മരിക്കാതെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. വലിയ ഒരുപാട് എന്താ പറയുക, ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റും, ഇവിടെ ഒരു സ്വെല്ലിംഗ് ആയിട്ട് വരും. നമ്മൾ ട്യൂമർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ട്യൂമർ അവിടെ മാത്രം ഇരുന്നാലും നമുക്ക് വലിയ പേടിയില്ല, അത് ഓപ്പറേഷൻ ചെയ്തെടുത്തും കളഞ്ഞാൽ മതി. പക്ഷെ ഇത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുനിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ, സൂക്ഷ്മമായ കഷ്ണങ്ങൾ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പടരും. അപ്പൊ ചെന്ന് ശ്വാസകോശത്തിയിരിക്കും, ചെന്ന് നമ്മുടെ കരളിലിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരിക. അതുകൊണ്ട് 99% ക്യാൻസർ പാരമ്പര്യമായിട്ട് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് വേണ്ട അച്ഛനമ്മമാർക്ക്. ഞാൻ കൊച്ചിന് കൊടുത്തു അങ്ങനെ ഒരു ഫീലിംഗേ വേണ്ട. ഞാൻ ഈ 99 എന്ന് പറയാൻ കാര്യം വളരെ അപൂർവമായിട്ട്, വളരെ 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 അപൂർവമായിട്ട് നമ്മുടെ ഈ കണ്ണിലൊക്കെ വരുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില അത്യപൂർവമായ ട്യൂമറുകൾ ഹെറിഡിറ്ററി ആയിട്ട് വരാം. പക്ഷെ അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം 99% എങ്ങനെ, അത് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. പിന്നെ ക്യാൻസർ വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ശരിക്കും കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികളിൽ ക്യാൻസർ വരുന്നത് തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് കാരണം അറിഞ്ഞുകൂടാ. അതേസമയം മുതിർന്നവരിലാണെങ്കിൽ ചിലതിനെങ്കിലും കാരണം നമുക്കറിയാം. ഉദാഹരണമായിട്ട് പുക വലിച്ചിരിക്കുന്നവർക്ക് ലങ്ങിൽ ക്യാൻസർ വരും. പിന്നെ
പാൻ ചൂ ചെയ്യുന്നവർക്ക്, പുകയില ചവയ്ക്കുന്നവർക്ക് നാക്കില്, അതായത് വായ്ക്കകത്തുള്ള അർബുദം വരും. സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്ക് കരളിന് ക്യാൻസർ വരും. അപ്പൊ ഇതൊക്കെ മുതിർന്നവർക്ക് വരും. കുട്ടികൾ ഉദാഹരണമായിട്ട് കുട്ടികൾ തന്നെ മദ്യപിക്കുന്നുവെങ്കിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരാൻ സമയമുണ്ട്. ഇയാള് മുതിർന്ന പൗരൻ, അതായത് അഡൾട്ട് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ക്യാൻസർ വരുള്ളൂ. കാരണം കുറെ നാൾ വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുട്ടികളിൽ നമുക്കൊരു കാരണം പറയാനില്ല. കാരണം കുട്ടികളിൽ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് പുക വലിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി പാൻ ചവച്ചിട്ടാണെന്ന് പറയാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. പിന്നെ ക്യാൻസർ വരാനുള്ള ഒരു കാര്യം ചില വൈറസുകളാണ്. ആ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയും ഒരു തരം നമ്മുടെ മഞ്ഞപ്പിത്തം വരുന്ന ഒരു തരം ആണ്. അത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-20 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ കരളിൽ അർബുദം വരാം. അതേമാതിരി HPV എന്ന് പറയും നമ്മുടെ ഗർഭാശയ മുഖത്ത് വരുന്ന ഒരു തരം ഇൻഫെക്ഷനാണ്. അതും നമുക്കൊരു 30-40 വയസ്സ് കഴിയുമ്പോൾ അർബുദം പോലെ വരാം. അപ്പോ ഇതിന് ഒക്കെ ഉള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ വാക്സിൻ ഉണ്ട്. അപ്പൊ കുട്ടികളുടെ പ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം വരില്ല. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ആ വാക്സിൻ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട്. മറ്റേ വാക്സിൻ ഇപ്പൊ സൗജന്യമല്ല എങ്കിലും അത് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം സൗജന്യമായി വരും. പിന്നെ സാധാരണ ചോദിക്കാറുള്ള ഈ മൊബൈൽ ഒരുപാട് നോക്കുന്നതുകൊണ്ട്, TV ഒരുപാട് നോക്കുന്നതുകൊണ്ട് ക്യാൻസർ വരുമോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വാട്സപ്പിലൊക്കെ ഇത് കാണാറുണ്ട്, പക്ഷെ അങ്ങനെ ഒരു തെളിവില്ല. ഇത് ഒത്തിരിയും വാട്സപ്പ് നോക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒത്തിരിയും മൊബൈൽ നോക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമെന്നുള്ളതിന് ആക്ച്വലി തെളിവില്ല. പക്ഷെ അത് മൊബൈൽ ഇങ്ങനെ എപ്പോഴും അതിലിങ്ങനെ അഡിക്റ്റഡ് ആയിരിക്കുന്നതിന് വേറെ ദോഷങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു നല്ല കാര്യമല്ല. പക്ഷെ ക്യാൻസറിന് ഒരു കാര്യമായിട്ട് അതിനെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ക്യാൻസർ രോഗികളെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചേക്കും, അതായത് ബാക്കി ആളുകളുമായിട്ടൊരു സമ്പർക്കം ഇല്ലാതെ വെക്കാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്, ഇത് പകരുന്നത് കൊണ്ടാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ടല്ല. ഈ ക്യാൻസർ രോഗികളുടെ പ്രതിരോധ ശക്തി കുറവാണ്. അതുകൊണ്ടാണല്ലോ ഈ ക്യാൻസർ കോശങ്ങൾ ഇങ്ങനെ വളരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ ഈ നിയന്ത്രണമില്ലാതെ വളരുന്ന ഈ കോശങ്ങളെ അടിച്ചമർത്തുമായിരുന്നല്ലോ. അപ്പോ ഈ പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരവസ്ഥയിൽ മറ്റ് അസുഖങ്ങളും ഈ ക്യാൻസർ രോഗിക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാര് സന്ദർശനം ഒഴിവാക്കാൻ പറയും, പ്രത്യേകിച്ച് ഈ ചികിത്സയുടെ ആരംഭഘട്ടത്തിലൊക്കെ. അതായത് ആരംഭഘട്ടത്തിൽ നമ്മൾ ഒത്തിരി മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറയും, അതായത് നമ്മുടെ പ്രതിരോധ ശക്തി ഒന്ന് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. അല്ലാതെ ഇത് ഒരു ആളിൽ നിന്നും വേറൊരാളിനോട് പകരുന്നത് കൊണ്ടല്ല നമ്മൾ മാറ്റി നിർത്തും. സോ ഇത് ക്യാൻസർ അങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല. പിന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാൻ മെഡിക്കൽ കോളേജിൽ ചേർന്നത് 1976-ലാണ്. അന്നൊക്കെ ഒരു കുട്ടിക്ക് ക്യാൻസർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും മരണം ഉറപ്പാണ്. കാരണം അത്രയ്ക്കുള്ള ചികിത്സയേ അന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ചികിത്സ വളരെ 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 പുരോഗമിച്ചിട്ടുണ്ട്. 2 ഔട്ട് ഓഫ് 3, 3 പിള്ളേരുണ്ടെങ്കിൽ 2 പേർക്കും സുഖമായി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ചികിത്സയില്ല. ആ ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. പിന്നെ ഇതിന് എന്തൊക്കെ ചികിത്സയുണ്ട് നിങ്ങളെല്ലാം അറിയുന്നത് തന്നെയാണ്. സർജറി ചെയ്ത് നമുക്ക് ഒരു മുഴയുണ്ടെങ്കിൽ സർജറി ചെയ്ത് അതങ്ങ് മാറ്റാം. പിന്നെ ലൈറ്റ് അടിക്കും എന്ന് പറയില്ലേ, റേഡിയേഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് കീമോതെറാപ്പി എന്ന് പറയും, അതായത് ശക്തി കൂടിയ മരുന്നുകൾ കൊടുത്ത് അതിനെ അമർച്ച ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ബയോളജിക്കൽസ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഈ മരുന്നുകൾ വളരെ ശക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റുകൾ വരും. ഉദാഹരണമായിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ക്യാൻസറിന് ചികിത്സിക്കുന്ന പലർക്കും മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. പേടിക്കണ്ട, ചികിത്സ കഴിയുമ്പോൾ മുടി ഇനി തിരികെ വരും. പക്ഷെ എങ്കിലും എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസർ സെല്ലുകൾ നമ്മുടെ സാധാരണ സെല്ലുകളിൽ നിന്നും വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്ത് വ്യത്യാസമാണ്? ഇത് ഒരു നിയന്ത്രണമില്ലാതെ അങ്ങ് പെറ്റി വരുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കി അത് സാധാരണ സെല്ല് പോലെ ആയിരിക്കുന്നത്. ഇതിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ വളരെ സ്പീഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെല്ലിനെ കൊല്ലാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് കുറച്ചൊക്കെ നമ്മുടെ നോർമൽ സെല്ലിനെയും കൊല്ലും. അതുകൊണ്ടാണ് ഈ സൈഡ് ഇഫക്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് സൈഡ് ഇഫക്റ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇതിന്റെ ചികിത്സ കഴിഞ്ഞിട്ട് സാധാരണ പോലെ സ്കൂളിൽ പോകാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സ്കൂളിൽ പോകാം, ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഫുട്ബോൾ കളിക്കാം, വോളിബോൾ കളിക്കാം, കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാവും.
വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ കുട്ടികൾ ഉണ്ടാകുന്നതിൽ തന്നെ പ്രശ്നം ഉണ്ടാവാറുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മുടെ വൃഷണങ്ങളിലാണ് ക്യാൻസർ എന്ന് സങ്കല്പിക്കും. അപ്പൊ അതെടുത്തു കളയേണ്ടി വന്നു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില അവസരങ്ങൾ ഒഴിച്ച് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കാരണം എന്തെങ്കിലും നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് കുട്ടികൾ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്യാൻസർ പഴയ പോലെ പേടിക്കത്തക്ക ഒരു അസുഖമല്ല. ഒട്ടുമുക്കാൽ ക്യാൻസറുകളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. കുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. വലിയ ആളുകളിൽ പലപ്പോഴും ചികിത്സിക്കാൻ പറ്റാത്ത ക്യാൻസറുകളും ഉണ്ട്. പക്ഷെ കുട്ടികളിൽ ഒട്ടുമുക്കാലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളാണ്. എൻ്റെ തന്നെ ഒരു 10-20 വർഷം മുമ്പ് ബ്ലഡ് ക്യാൻസറിന് ചികിത്സിച്ച കുട്ടികൾ ഇപ്പോൾ 25-ഉം 26-ഉം ഒക്കെ വയസ്സായിട്ട് ഇപ്പോഴും ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി കഴിയുന്നുണ്ട്. സോ ഇതാണ് അതിന്റെ മെസ്സേജ്. നമുക്കിപ്പോ ക്യാൻസർ ചികിത്സയില്ലാത്തൊരു അസുഖമല്ല. കുട്ടികളിലെ ക്യാൻസർ ഒട്ടുമുക്കാലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.